എല്ലാവർക്കും നമസ്കാരം. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇറ്റാലിയൻ പാസ്ത റെസിപ്പിയായ പാസ്ത അറബിയാറ്റയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അല്പം സ്പൈസി ആയിട്ടുള്ളതുമായ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടുത്തായി നമ്മുടെ പാസ്ത റെസിപ്പിയുടെ ചേരുവകൾ നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത്. പാസ്ത പല ഷേപ്പിലുള്ളത് ലഭ്യമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പെന്നെ റിഗാറ്റയാണ് എടുത്തിട്ടുള്ളത് 200 ഗ്രാം. അതുകൂടാതെ ഒരു 6 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത നല്ല റെഡ് കളറുള്ള 6 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു 10 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ആവശ്യമുണ്ട്, കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, ടൊമാറ്റോ പേസ്റ്റ്, ഒറിഗാനോ, ഉപ്പ് ആവശ്യത്തിന്. ഇതുകൂടാതെ നമ്മൾ എടുത്തിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് പാർസ്ലി ലീവ്സ് ആവശ്യമുണ്ട്, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അടുത്തായി ബേസിൽ ലീവ്സ്, പിന്നീട് കുറച്ച് പാർമെസാൻ ചീസ് ആവശ്യമുണ്ട്, അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് പാർമെസാൻ ചീസ് നമുക്ക് എടുക്കേണ്ടതാണ്. പിന്നീട് ഒലിവ് ഓയിൽ. ഇത്രയും ചേരുവകളാണ് നമുക്കിതിനു വേണ്ടി ആവശ്യമുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ടൊമാറ്റോ, ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം ബോയിൽ ചെയ്ത് അതിലിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ച് സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ടൊമാറ്റോ ബോയിലായ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വേവിച്ച് സ്കിൻ റിമൂവ് ആവുന്ന പരുവത്തിൽ നമുക്ക് അതിൽ നിന്നും പുറത്തെടുക്കാം. ബോയിൽ ചെയ്തുകൊണ്ടിരുന്ന ടൊമാറ്റോ നമ്മൾ അതിൽ നിന്നും മാറ്റി നോർമൽ വാട്ടറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്കിന്നെ റിമൂവ് ചെയ്തെടുക്കാം. ടൊമാറ്റോയുടെ സ്കിൻ കളഞ്ഞതിന് ശേഷം അതിൻ്റെ കട്ടിയുള്ള ഭാഗം സീഡും കളഞ്ഞ് അത് ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർലിക്ക് നമുക്ക് തീരെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ എടുത്ത് വെച്ചിരുന്ന പാർസ്ലി ലീവ്സ് കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തതായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോ നമുക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോ ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കുമ്പോൾ തന്നെ ടൊമാറ്റോയുടെ പീസുകളൊന്ന് ഉടച്ച് ഇളക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്യുന്നു. അങ്ങനെ 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ബേസിൽ ലീവ്സ് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബേസിൽ ലീവ്സിന് നല്ലൊരു ഫ്ലേവർ തരുന്നതുകൊണ്ട് കഴിയുന്നതും അത് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലീവ്സ് ലഭ്യമല്ലെങ്കിൽ ഡ്രൈഡ് ബേസിൽ ലീവ്സ് അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ചാലും മതി. ഇത് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടുത്തതായി നമ്മുടെ പാസ്ത കുക്ക് ചെയ്യുവാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു. അതിൽ നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ബോയിലായ വെള്ളത്തിൽ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം.
പാസ്ത ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ പാക്കറ്റിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇത് ബോയിൽ ചെയ്തെടുക്കണം. 9 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. 9 മിനിറ്റ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതുകൂടാതെ നമ്മൾ ഇതിൽ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് പാസ്ത ഡ്രെയിൻ ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഓയിൽ ആഡ് ചെയ്യേണ്ടതാണ്. 9 മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് ബോയിൽ ചെയ്തെടുക്കാം. പാസ്ത ബോയിൽ ചെയ്യുന്ന വെള്ളത്തിൽ നിന്നും 1 കപ്പ് വെള്ളം നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് പാസ്ത മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി പാസ്ത ബോയിൽ ചെയ്തപ്പോൾ അതിൽ നിന്നും മാറ്റി വെച്ചിരുന്ന വെള്ളത്തിൽ കുറച്ച് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 9 മിനിറ്റ് കൊണ്ട് നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സിൽ ഇത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പാർസ്ലി ലീവ്സ് കൂടി കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പാസ്ത വാങ്ങുമ്പോൾ കഴിവതും ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ പാസ്ത വാങ്ങുവാൻ ശ്രമിക്കുക. അതുപോലെ പാസ്തയിൽ വെറും 2 ചേരുവകൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. വീറ്റ്, സമലിന ആൻഡ് വാട്ടർ. ഇങ്ങനെ 2 ചേരുവകളാണ് പാസ്തയിൽ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാർമീസാൻ ചീസ് കൂടി ഇതിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പാസ്ത അറാബിയാറ്റ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.